നമ്മുടെ കത്തോലിക്ക സഭ ഈ ഒരു വർത്തമാനകാലത്തിൽ സഭയുടെ വിലാസം എഴുതിയ മുഖമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭയുടെ അഡ്രസ് ആയിരുന്നു അദ്ദേഹം. കാരണം കത്തോലിക്ക സഭ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സഭ എന്ന പേരിലാണ് ഒരു അന്തസ്സോടെ ലോകത്തിന് മുമ്പിൽ നിലകൊണ്ടത്. കാരണം വിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക പാരമ്പര്യത്തെ ഏറ്റവും കൃത്യമായി തന്നെ ചേർത്ത് വെച്ച് സഭയെ നയിച്ച വിശുദ്ധനായൊരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഏറ്റവും കൂടുതൽ വിശുദ്ധരെ കത്തോലിക്ക സഭയ്ക്ക് സംഭാവന ചെയ്ത മാർപ്പാപ്പമാരിൽ ഒരാളാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 900-ലധികം വിശുദ്ധരുണ്ട്. അതിൽ കുറേയേറെ രക്തസാക്ഷികൾ ഒരുമിച്ച് അദ്ദേഹം വിശുദ്ധരായി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിലും കത്തോലിക്ക സഭയിൽ വിശുദ്ധിയുടെ ഒരു വലിയ പരിമളം പരത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തെ നേരിട്ട് ഒരിക്കലാണ് കാണാൻ സാധിച്ചത്. വിശുദ്ധ ചാവറ പിതാവിന്റെ നാമകരണ നടപടിയുമായി ബന്ധപ്പെട്ട് റോമിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചത്. പിന്നീട് എനിക്ക് അദ്ദേഹവുമായിട്ടൊരു ഹൃദയബന്ധം നിലനിർത്താനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിന് മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ കണ്ടിട്ടാണ്. പ്രത്യേകമായി ഞാൻ നേതൃത്വം കൊടുക്കുന്ന 2 സംഘടനാ സംവിധാനങ്ങളുണ്ട്. ഒന്ന് ഞാൻ ദീപിക കൊച്ചേട്ടൻ എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 13 ഭിന്നശേഷിയുള്ള മക്കളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ കായിക പരിശീലന പരിപാടിയുടെ സ്റ്റേറ്റ് ആയിട്ട് സേവനം അർപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 മേഖലയിലും എനിക്ക് പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതിൽ മാർപ്പാപ്പ ഈ ഭിന്നശേഷിയുള്ള മക്കളുടെ ഒരു വീടായിരുന്നു. മാർപ്പാപ്പയുടെ ഹൃദയം ഈ ഭിന്നശേഷിയുള്ള മക്കളുടെ ഒരു വീടായിരുന്നു എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഭിന്നശേഷിക്കാരുടെ ഒരു പ്രയോഗം സീറോ റിജക്ഷൻ എന്നാണ്. ഇൻക്ലൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ സീറോ റിജക്ഷൻ എന്നാണ് ഞങ്ങൾ അതിനെ പറ്റി പറയുന്നത്. അപ്പോൾ മാർപ്പാപ്പ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളെ മാറോട് ചേർത്ത ഒരു മാർപ്പാപ്പയാണ്. ഒപ്പം സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഫുട്ബോള് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഭിന്നശേഷിക്കാരായ മക്കളെ പറ്റി പറഞ്ഞത് ഈ സമൂഹ നിർമ്മിതിയുടെ ആദ്യത്തെ അടിക്കല്ല് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ എന്നുള്ള വാക്കാണെന്നാണ്. അതായത് എല്ലാവരെയും ഉൾച്ചേർക്കുക എന്ന ഈശോയുടെ ആ ഒരു മനസ്സ്, 99 പോരാ 100 വേണം എന്ന ഈശോയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് പരിശുദ്ധ മാർപ്പാപ്പ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു മാതൃക. അതുകൊണ്ട് തന്നെ 99-ൽ നിന്ന് 100-ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും എന്നെ കേൾക്കുന്ന പലരെ സംബന്ധിച്ചും വളരെ വലിയ ദൂരമായിരിക്കും. അതായത് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, നമ്മുടെ കൂടെ ചേരാത്ത ഒരാൾ, മുൾച്ചെടികൾക്കിടയിൽ ഉണങ്ങിപ്പോയ ഒരാൾ, ദുശീലങ്ങൾക്ക് അടിപ്പെട്ട ഒരാൾ, മറ്റു വിശ്വാസങ്ങളിലുള്ള ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെ എൻ്റെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സ്വാഭാവികമായ ഒരു കാര്യത്ത് അവരും കൂടെ കൂടിയാൽ മാത്രമേ നമ്മളാവുകയുള്ളൂ എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയ മാർപ്പാപ്പയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈശോയെ പറ്റി പറയുന്നത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കി. ഈശോയെ പറ്റി പറയുന്നത് ജീസസ് ഈസ് എ ഷെപ്പേർഡ് ഓഫ് സീറോ റിജക്ഷൻ എന്നാണ്. ജീസസ് ഈസ് എ ഷെപ്പേർഡ് ഓഫ് സീറോ റിജക്ഷൻ. ഈശോ ഒരാളെ പോലും ഒഴിവാക്കാത്ത, അദ്ദേഹത്തിന്റെ റിജക്റ്റഡ് ലിസ്റ്റിൽ 0 ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ 0 എന്ന് പറയുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഉള്ളിൽ ഉൾക്കൊണ്ടു. അപ്പൊ അങ്ങനെ ഒരു സമൂഹ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഈശോയെ സംബന്ധിച്ച് എല്ലാവരും ദൈവമക്കളാണ്. അപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടു. അതാണ് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 23 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന എല്ലാവരും, പാപികളുണ്ട്, ബലഹീനരുണ്ട്, മുടന്തരുണ്ട്, അപസ്മാര രോഗികളുണ്ട്, എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്തു. ഈശോയ്ക്ക് ആരും ഇടം കൊടുത്തില്ല. പിറക്കാൻ നേരത്ത് നിനക്ക് ഇവിടെ ഇടമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈശോ പറഞ്ഞത് എനിക്ക് എൻ്റെ ഉള്ളിൽ നിനക്ക് ഇടമുണ്ട് എന്നാണ്. ഇടം നൽകുന്നവന്റെ പേരാണല്ലോ ഇടയൻ. അപ്പോൾ ഇടം നൽകുന്നവനാണ് ഇടയൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ഇടയനായി ഈശോയുടെ ഒരു
പകർത്തുന്നു. നമ്മൾ പണ്ട് പകർത്തെഴുതില്ലായിരുന്നു. അതുപോലെ നമ്മുടെ മാർപ്പാപ്പ നല്ല ഇടയനായ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ ഒരു പകർപ്പാണ് മാർപ്പാപ്പയായി മാറിയത് എന്ന് ഞാൻ നിരീക്ഷിക്കുകയാണ്. കാരണം മാർപ്പാപ്പായുടെ ഹൃദയത്തിൽ ആ ഇടമില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എല്ലാ വിഭാഗക്കാർക്കും ഇടമുണ്ടായിരുന്നു. കുടുംബജീവിതം എന്ന് പറഞ്ഞ കത്തോലിക്കാ സഭ, വിവാഹം എന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ സഭാ വിശ്വാസികളായ ഒരു യുവാവും യുവതിയും, ഒരു പുരുഷനും സ്ത്രീയുമാണ് വിവാഹിതരാകുന്നത്. എന്നാൽ മാർപ്പാപ്പയുടെ ചർച്ചയ്ക്ക് കാരണമായി വന്ന ചില വിഷയങ്ങളിൽ ഒന്ന് സ്വവർഗ വിവാഹമായിരുന്നു. സ്വവർഗരതിക്കാരായിട്ടുള്ള വ്യക്തികളെ അവരോട് കരുണ കാണിക്കണം, അവർക്കും കൊടുക്കാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ കരുണ അവശേഷിക്കുന്നുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായി. മാർപ്പാപ്പ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ? ഈ സ്വവർഗരതി എന്നൊക്കെ പറയുന്നത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും വിവാഹത്തിന്റെ നന്മ അതിൽ നിന്നുണ്ടാവില്ല. വിവാഹത്തിന്റെ ലക്ഷ്യം അതിൽ നിന്ന് കഴിയില്ല. സ്വവർഗരതിക്കാർക്ക് പെർവേർഷനാണ്. ആ ഒരു സെക്ഷുവൽ പെർവേർഷനെ എങ്ങനെയാണ് ഒരു കത്തോലിക്ക സഭയുടെ പരമൻ അനുകൂലമല്ല, അതിനോട് ഒരു കരുണയോടുകൂടി പെരുമാറുക എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും ഞാൻ വളർന്നിട്ടുള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ മാർപ്പാപ്പയെ കാണുമ്പോൾ ഓർക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ അത്രയും വളർന്നിട്ട് ഒരു വലിയ അളവുകോലാണ്. കത്തോലിക്ക സഭയിലെ വിശ്വാസി എന്നുള്ള നിലയിലും വൈദികൻ എന്നുള്ള നിലയിലും ഞാൻ കത്തോലിക്ക സഭയുടെ കണ്ണിലൂടെ ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ എനിക്ക് മാറ്റി നിർത്തേണ്ടവരായിട്ട് ആരുമില്ല എന്ന് മാർപ്പാപ്പ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അഭയാർത്ഥി വിഷയം വന്നപ്പോൾ മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമായി. കാരണം മുസ്ലിം സമൂഹമാണ് കൂടുതൽ അഭയാർത്ഥികളായിട്ട് ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് അരച്ചു കയറിയത്. അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നുവെന്ന് സാമൂഹ്യ നിരീക്ഷകരായിട്ടുള്ള വിവിധ ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ മാർപ്പാപ്പ പറയുകയാണ്, ആരൊക്കെ അഭയം ചോദിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് വാതിൽ തുറന്നു കൊടുക്കണം. അങ്ങനെ ഇറ്റലിയിലും യൂറോപ്പ് മുഴുവനും മുസ്ലിം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ നമ്മുടെ നിരവധി പള്ളികൾ ആയുധപ്പുരകളായി മാറി. തീവ്ര മുസ്ലിം സമൂഹത്തിന്റെ ആയുധപ്പുരകളായി നമ്മുടെ നിരവധി ദേവാലയങ്ങൾ മാറി. അൾത്താരയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന്റെ കഴുത്ത് അൾത്താരയിൽ വെച്ച് അറുത്തുമാറ്റിയ അനുഭവങ്ങളുണ്ടായി. ഇതൊക്കെ വിമർശനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ആഹ്വാനം കൊണ്ട് ഗതിയില്ലാതെ പോയ അനേകായിരം മനുഷ്യർക്ക് ആശ്വാസത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. കുറച്ചുപേരിങ്ങനെ തീവ്ര നിലപാടോടുകൂടി മൃഗീയമായി പെരുമാറിയെങ്കിലും വളരെ ഒട്ടേറെ പേർ അദ്ദേഹത്തിന്റെ ആ ഒരു കരുണ കൊണ്ട് അലിവുള്ളവര് ആ കരുണ അനുഭവിച്ചു വളർന്നു എന്നുള്ളൊരു സത്യമാണ്. അതേസമയം തന്നെ മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ അഭയാർത്ഥികളെ സ്വീകരിച്ചുമില്ല. ഇത് കാണുമ്പോഴും നമുക്ക് തോന്നുന്നു എന്തിനാണ് മാർപ്പാപ്പ ആ ഒരു കാര്യത്തിൽ ഒന്ന് ഇടപെട്ടോട്ടച്ച. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ പലപ്പോഴും മാർപ്പാപ്പ ഒരു വിവാദത്തിൽ ഏർപ്പെട്ടതൊക്കെ ഈ വിഷയത്തിൽ മാത്രമാണ്? കൂടുതലായിട്ട് അഭയാർത്ഥികളെ കൂടുതൽ സ്വീകരിക്കുന്നു. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഈ സ്വർഗ അനുരാഗം, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് മാർപ്പാപ്പ കൂടുതൽ വിവാദത്തിൽ ഏർപ്പെട്ടതും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയും വളരെ മോശമായി തന്നെ ഞങ്ങളുടെയൊക്കെ വീഡിയോയുടെ കമന്റുകളിലൊക്കെ വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു മുസ്ലിം അഭയാർത്ഥികളെ വത്തിക്കാനിൽ അദ്ദേഹം സ്വീകരിച്ചു, ഇറ്റലിയിൽ സ്വീകരിച്ചു, അപ്പോൾ ഇത്രമാത്രം യൂറോപ്പിൽ പല പ്രശ്നങ്ങളും ഭീകരവാദ സംഭവങ്ങളും എല്ലാം അറിഞ്ഞിട്ടും കൂടി എന്തുകൊണ്ട് ഈ ഒരു മുസ്ലിം അഭയാർത്ഥികളെ അദ്ദേഹം സ്വീകരിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു? അതൊരു സംശയമായിട്ട് പലപ്പോഴും നിന്നിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞാനും അത് തന്നെ ചിന്തിക്കുകയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു മനസ്സിന്റെ ഉടമയാണ്. അറിയത്തിലും അനുഭവത്തിന്റെ കാര്യത്തിലും വളരെ ചെറിയൊരു മനുഷ്യനാണ്. പരിശുദ്ധ മാർപ്പാപ്പായുടെ ആ ഒരു പ്രവൃത്തിയെ വിലയിരുത്താനോ അതിനെപ്പറ്റി ഇങ്ങനെ പരസ്യമായിട്ടൊരു ചാനലിൽ, ഒരു പൊതു ചാനലിൽ ഇരുന്ന് സംസാരിക്കാനുള്ള പാണ്ഡിത്യമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. എങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു കത്തോലിക്ക പുരോഹിതൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ പരിപാലനയുടെ തുടർച്ചയാണ് നമ്മുടെ ഈ ജീവിതം. ഇന്നെന്റെ ജീവിതത്തിൽ ഇന്നലെ നടന്നതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതും എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പരിപാലനയുടെ തുടർച്ചയാണ്. അപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ ഈ മുസ്ലിം അഭയാർത്ഥികളെ ഇങ്ങനെ വാതിൽ തുറന്ന് സ്വീകരിച്ചപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പോലും അവരെ സ്വീകരിക്കാതിരിക്കുകയും യൂറോപ്പിലേക്ക് ഇവരെ തള്ളിവിടുകയും ചെയ്യുന്ന ആ ഒരു തന്ത്രത്തെ അദ്ദേഹം
വിമർശകരുടെ വാക്കുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയില്ല. പക്ഷേ ഒരുപക്ഷെ ദൈവത്തിന്റെ തിരിഹിതം അനുസരിച്ച് ക്രൈസ്തവമായ മൂല്യങ്ങളുടെ അരികിൽ താമസിക്കാൻ വിളിക്കപ്പെട്ട ഇതര മതവിശ്വാസികൾ മനുഷ്യത്വത്തെ ആദരിക്കുന്ന ഈ ഒരു സംസ്കാരത്തിന്റെ അരികിൽ ജീവിക്കാൻ അവരെ ദൈവം തന്നെ വിളിച്ചതാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന ഒരു അനുഭവം ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് കാണാൻ അവസരം കിട്ടുന്നില്ല. അവര് മനുഷ്യരെ നിരത്തി നിർത്തി 21 പേരെ നിരത്തി നിർത്തുന്നു, കഴുത്ത് കണ്ടിക്കുന്നു. അവരുടെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം ഇന്നലെ പോലും കഴിഞ്ഞ ദിവസം കാശ്മീരിൽ മുസ്ലിം ആണോ എന്ന് നോക്കി അല്ലെന്ന് മനസ്സിലായപ്പോൾ നിർദ്ദയമായിട്ട് വെറും ടൂറിസ്റ്റുകളെ ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരം, അങ്ങനെ ഒരു തീവ്ര നിലപാട് സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് ഒരുപക്ഷെ മനുഷ്യത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രായോഗികമായ അനുഭവങ്ങൾ മാതൃകയായി ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവര് ചിലപ്പോൾ മാനസാന്തരപ്പെട്ടേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരോടൊപ്പം ജീവിക്കട്ടെ. ഈ മൃഗങ്ങളുടെ മനസ്സോടുകൂടി, ക്രൂരതയുടെ മനസ്സോടുകൂടി, ക്രൂരതയെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ വെടിയുണ്ട കൊണ്ട് സമാധാനം ഉണ്ടാകില്ലല്ലോ. വെടിയുണ്ട കൊണ്ട് ദൈവാരാധന നടക്കുമോ? കത്തി കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? കത്തി കൊണ്ട് കഴുത്ത് കണ്ടിച്ച് അന്യന്റെ നിഷ്കളങ്കമായ ചോര തുള്ളി കൊണ്ടാണോ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്? അതൊരിക്കലും നീതിപൂർവമോ മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യമല്ല. അത്തരത്തിൽ മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹത്തെ മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും അദ്ദേഹം തിരികെ എന്ന് ഞാനിപ്പോ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ഒരുപക്ഷെ ഇനിയിപ്പം ഒരു 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ, ഈ 2025 പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപക്ഷെ അദ്ദേഹം അപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുമായിരിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും മരിക്കുന്നത്. അദ്ദേഹം ചെയ്തത് ഒരു വലിയ കാലഘട്ടത്തെ തന്നെ ക്രിസ്തീയ മൂല്യങ്ങൾ കൊണ്ട് പുതിയാൻ വേണ്ടി അവരെ അരികിൽ വിളിച്ച് മാതൃക കാണിച്ചു കൊടുക്കാൻ വിളിച്ചതാണിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഞാൻ അങ്ങനെ കാണാൻ പരിശ്രമിക്കുകയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന സംഭവത്തെ അതിലെ ദൈവഹിതം മനസ്സിലാകണമെങ്കിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാലം വരെ മനുഷ്യന്റെ മനസ്സ് കാത്തിരിക്കണം. അത് സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു എന്തിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥം എനിക്ക് വ്യക്തമാകുന്നത് ചിലപ്പോൾ കാലങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മാർപ്പാപ്പ ഇപ്പോൾ അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിയുടെ പേരിൽ വിമർശിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലൗദാത്തോസി എന്ന ചാക്രിക ലേഖനത്തിൽ, ഫ്രത്തിലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ, ഫ്രത്തിലി തൂത്തിയിലേക്ക് അദ്ദേഹം അയൽക്കാരനിലേക്കുള്ള ദൂരമാണ് ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. അയൽക്കാരനിലേക്കുള്ള ദൂരമാണ് ദൈവത്തിലേക്കുള്ള ദൂരം. അതാണ് മാർപ്പാപ്പ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞ ഭിന്നശേഷിക്കാരെ പറ്റിയുള്ള ചിന്ത, അതായത് ഒരു സംയോജിത സമൂഹ നിർമ്മിതിയുടെ ആദ്യത്തെ അടിക്കല്ല് എന്ന് പറയുന്നത് ഇൻക്ലൂഷനാണ്, സംയോജിത ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പായുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാനുള്ള ഒരു പക്വതയിലേക്ക് ഈ ചില സാങ്കേതിക തടസ്സങ്ങൾ തോന്നുന്നു. അച്ഛൻ ഇടയ്ക്ക് അവിടെ നെറ്റ് കട്ടായും തോന്നുന്നു. അച്ഛാ ഇപ്പൊ കേൾക്കാമോ അച്ഛാ പറയുന്നത്? എനിക്ക് അച്ഛൻ ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ലെങ്കിലും, ഈശോ തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ യൂദാസിനെയും കൂടെ കൂട്ടിയിരുന്നു. ഈശോയ്ക്ക് അറിയാമായിരുന്നു യൂദാസ് അവനെന്നെ ഒറ്റിക്കൊടുക്കുമെന്നെല്ലാം അറിയായിരുന്നു. പക്ഷേ ഈശോ യൂദാസിനെയും കൂടെ കൂട്ടിയിരുന്നു 12 ശിഷ്യന്മാരിൽ. ഈശോയ്ക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. യൂദാസിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു മരണം അല്ലെങ്കിൽ ആ ഒരു പീഡാനുഭവമൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ യൂദാസിനെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ അത് ചെയ്തില്ല. പലപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോഴും ഈശോയുടെ അതേ മനോഭാവം എന്ന രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. ഈശോ എന്ത് ആഗ്രഹിക്കുന്നുവോ, ഈശോ എന്ത് ചെയ്തുവോ, ഇപ്പോൾ LGBT അതായത് സ്വവർഗ അനുഭാവികളോട് കരുണയോടെ പെരുമാറാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു വ്യക്തി എന്ന രീതിയിലൊക്കെ വിശ്വാസികൾ അദ്ദേഹത്തെ വളരെ മോശമായി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളൊക്കെ അതിനകത്ത് പങ്കുണ്ട്, ഒരുപാട് പേർക്ക്. അപ്പം അത്തരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്താ പറയുക, ആ ഒരു വിവാദത്തിൽ ഇടുമ്പോഴും ഈശോയെ നമ്മൾ ബൈബിളിലേക്ക് നോക്കിയിരുന്നില്ല. ബൈബിളിൽ ഈശോയുടെ അടുത്ത് വന്ന് കാല് കഴുകിയ പാപിനിയായ സ്ത്രീ, ആ സമയത്തും ആ ഫരിസേയ മനോഭാവമുള്ളവരെല്ലാവരും പറഞ്ഞത് ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്, ഇവൻ ആ സ്ത്രീ ആരാന്ന് അറിഞ്ഞൂടെ, എന്തുകൊണ്ട് ഇവൻ അവരോട് കൂടുന്നു എന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പം അത്തരത്തിൽ ഈശോയുടെ ഒരു മനോഭാവമായിരുന്നു
ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഈ ലോകത്ത് നമ്മളിൽ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നത്? അങ്ങനെ നമുക്കൊന്ന് പറഞ്ഞൂടെ? അത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം പരിശുദ്ധ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തത് നമ്മൾ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളോ ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികളോ അല്ല. പരിശുദ്ധ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കുന്നത് തമ്പുരാൻ തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ നിവേശത്തിലാണ് ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അതേസമയം തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു വളർച്ചയിൽ, അദ്ദേഹം ജനിച്ച നാൾ മുതൽ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന വഴിയിൽ എല്ലാത്തരം മനുഷ്യരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ മനുഷ്യത്വത്തിന്റെ ഒരു വലിയ മഹാസാഗരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം മാർപ്പാപ്പയായി കഴിഞ്ഞപ്പോൾ എല്ലാവരിലേക്കും ഒഴുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാതിമത വ്യത്യാസമില്ലാതെ അദ്ദേഹം എല്ലാ മതസ്ഥരെയും അരികിലിരുത്തി. മുസ്ലിം സഹോദരങ്ങളെ അദ്ദേഹം അരികിലിരുത്തി, ഹൈന്ദവ സഹോദരങ്ങളെ അരികിലിരുത്തി, മാതാ അമൃതാനന്ദമയ്യെ അദ്ദേഹം അരികിലിരുത്തി. അപ്പോൾ ഇതര മതസ്ഥരെ എല്ലാം അദ്ദേഹം ആശ്ലേഷിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ മനസ്സതായിരുന്നല്ലോ. ക്രിസ്തു എല്ലാവരെയും സീറോ റിജക്ഷൻ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഷെപ്പേർഡ് ഓഫ് സീറോ റിജക്ഷൻ. ഈശോ ഒരു നല്ല ഇടയനാണ്. ഇടം നൽകാൻ എനിക്ക് ഇടമുണ്ട്, നിനക്ക് നൽകാനായിട്ട് എനിക്ക് ഇടമുണ്ട് എന്ന് അവസാനം മരിക്കാൻ തുടങ്ങുന്ന സമയത്തും മാർപ്പാപ്പ പറഞ്ഞു, അല്ലേ? മരിക്കാൻ തുടങ്ങുന്ന സമയത്തും മാർപ്പാപ്പ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപുമായിട്ടൊക്കെ ആശയപരമായിട്ട് അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടായി, എന്നാലും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റിനെയാണ് അവസാനം അദ്ദേഹം സ്വീകരിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ആ ഒരു പകർത്തിയെഴുത്ത്, അവസാനത്തെ അക്ഷരം വരെ, അവസാനത്തുള്ളി മഷി കൊണ്ടുവരെ അദ്ദേഹം ആ ക്രിസ്തുവിന്റെ മനസ്സ് പകർത്തി എഴുതാൻ പരിശ്രമിച്ച ആ മഹാനായ ഒരു ക്രിസ്തു ദാസൻ തന്നെയാണ്. ക്രിസ്തു സാക്ഷി തന്നെയായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴും അദ്ദേഹത്തിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതെല്ലാം ഇനിയും നമ്മുടെ മുമ്പിൽ ജീവിക്കുകയാണ്. പ്രകൃതിയെ ശത്രുവായിട്ട് കരുതരുത്. പ്രകൃതിയെ, ഓരോ മരങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ കാണണം. ഫ്രാൻസിസ് അസീസിയുടെ മനസ്സാണല്ലോ സൂര്യനെയും ചന്ദ്രനെയും സഹോദരനും ഫ്രാൻസിസ് അസീസിയുടെ മനസ്സാണ്. ബ്രദർ സൺ സിസ്റ്റർ മൂൺ എന്ന് വിളിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. ആ ഒരു മനസ്സ് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായും പിന്തുടർന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സ്വന്തം പേര് മാറ്റിയിട്ട് ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചത്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള മനസ്സ്, പ്രപഞ്ചത്തിലെ എല്ലാ വ്യക്തികളെയും ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു ഇടം, അത്രയും ഒരു വ്യാപ്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഒരു വലിപ്പം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കാത്തലിക്. എനിക്ക് പറയാനുള്ളത് മാർപ്പാപ്പ കാത്തലിക് ആയിരുന്നു എന്നാണ്. കാരണം കാത്തലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം കംപ്രൈസിങ് എവരി വൺ എന്നാണല്ലോ, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള കാത്തലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതേസമയം തന്നെ വിശ്വത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, ക്രിസ്തുവിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്യുന്ന ആ ഒരു മനസ്സാണ്, കാത്തലിക് മൈൻഡാണ്. അതുകൊണ്ടാണ് അതായിരിക്കാം ഒരുപക്ഷെ ഈ മുസ്ലിം തീവ്രവാദികളെ അദ്ദേഹം ഈ നമ്മുടെ ഇറ്റലിയിലേക്കും റോമിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ക്ഷണിച്ചതും വാതിൽ തുറന്നു കൊടുത്തതും അതുകൊണ്ടായിരിക്കാം. അവര് ആദ്യം വന്നപ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്ത് കാണിച്ചതാണ്. അതുകൊണ്ടാണ് അവർക്ക് അഭയം തന്നവരെ വെട്ടിക്കണ്ടിക്കാനായിട്ടുള്ള യാതൊരു ജാള്യതയും ഇല്ലാതെ പോയ ആ ഒരു മൃഗീയത അവരുടെ ഉള്ളിൽ തുടരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ ഈ ക്രൂരതയെല്ലാം അവസാനിപ്പിച്ച് അവര് ഇറ്റലിയിൽ താമസിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ അവര് നല്ല മനുഷ്യരായി മാറുമായിരിക്കും. അവർ ഈ ഇത്തരത്തിലുള്ള, അവരിലും വളരെ കുറച്ചുപേര് മാത്രമായിരിക്കാം ഇതുപോലെയുള്ള തീവ്ര നിലപാടുകളും ആക്രമണ സ്വഭാവവും ഒക്കെ പുലർത്തുന്നവർ വളരെ കുറച്ചുപേര് മാത്രമായിരിക്കാം. പക്ഷെ ആ കുറച്ചുപേരുടെ പേരിലാണ് ആ ഒരു സമൂഹം മുഴുവൻ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് പേരുടെ ഒരു മനസ്സായിരിക്കാം ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കിട്ടിയത്. കാരണം അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ആ കുറച്ച് മനസ്സിന്റെ പേരിലാണ് ഇനിയുള്ള കത്തോലിക്ക സഭ ബ്രാൻഡ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് നന്മയുടെ ഒരു ബ്രാൻഡിങ് ആണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ബ്രാൻഡിങ് ആണ്, ക്രിസ്തുവിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ ക്രിസ്തു ബ്രാൻഡിങ് ആയിട്ട്, ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇനി വരുന്ന കാലങ്ങളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര്
ഉയർന്നു നിൽക്കും എന്നുള്ളത് ഒരു വലിയ സത്യമാണെന്ന് ഞാൻ എനിക്കൊരു വിചാരിക്കുന്നു. കാര്യം തോന്നുന്നത് ഈ സമയം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യ രാജ്യം കാണുന്നു, അമേരിക്ക, യൂറോപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറാഖ്, അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ രാഷ്ട്രങ്ങളെ കണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലൗദാത്തോസ് എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനത്തിൽ ഭൂമിയെ ഒരു പൊതുഭവനമായിട്ടാണ് കണ്ടത്. ആ ഒരു കാഴ്ചപ്പാട് അത് ഒരു ദൈവത്തിന്റെ കാഴ്ചപ്പാടല്ല. കാരണം ദൈവം സ്വർഗത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ സംബന്ധിച്ചോളം ഭൂമി എന്ന് പറയുന്നത് ഒന്നാണ്, അവിടെയുള്ള മനുഷ്യരെല്ലാം ഒന്നാണ്. നമുക്കാണ് ഇവിടെ രാജ്യങ്ങൾ, മതങ്ങൾ, മറ്റ് എല്ലാം വരുന്നത്. ദൈവം മുകളിൽ നോക്കുമ്പോൾ ഒരൊറ്റ ഭൂമി, ഒരു വർഗം, മനുഷ്യവർഗം എന്ന് കാണുന്നു. ആ ഒരു ചിന്തയായിരുന്നുണ്ടാവും ഫ്രാൻസിസ് മാർപ്പാപ്പ. കാരണം അദ്ദേഹത്തിന് ലൗദാത്തോസി അതെല്ലാ മതങ്ങളിൽപ്പെട്ടവർ പോലും അതിനെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയായിരിക്കുമോ അദ്ദേഹത്തെ ഈ ഒരു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് എല്ലാ രാജ്യങ്ങളെയും, എല്ലാവരും എവിടെയും താമസിച്ചോട്ടെ, മതിലുകൾ പണിയാതെ പാലങ്ങൾ പണിയണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയ്ക്കെതിരെയൊക്കെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു കൊണ്ടുവന്നിരുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ഒരു ലൗകിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് പക്ഷേ ഈ കാഴ്ചപ്പാട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യം ഇന്ത്യ, അല്ലെങ്കിൽ ആരാണോ രാജ്യം, ആ രാജ്യത്തിൽ ജീവിക്കുന്നവർ ഒരു ജനത എന്ന ചിന്തയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഉപരിയായിട്ടുള്ള ഒരു ചിന്തയായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെത്? അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആക്ച്വലി കാണുന്നത് നമ്മുടെ പരിമിതമായ അറിവിലും ചുരുങ്ങിയ അനുഭവങ്ങളിലും നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നതും വ്യക്തികളെ നിരീക്ഷിക്കുന്നതും. ഈശോ തന്നെ പറയുന്നില്ലേ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ കാണുന്നതനുസരിച്ച് വിധിക്കരുത് എന്ന് കർത്താവ് പറയാണ്. ശരിയായി വിധിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നതനുസരിച്ച്, പക്ഷെ എനിക്കും മറ്റു പലർക്കും കാണുന്നതനുസരിച്ച് ഒറ്റ വിധിയും തീരുവാണ്, കാഴ്ചയും വിധിയും ഒരുമിച്ച് തീരുവാണ്. അപ്പോൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ വിധിയും അവിടെ തന്നെ തീരുകയാണ്. അതിനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിച്ചാൽ ഒരുപക്ഷെ മറ്റൊരു അഭിപ്രായം നമ്മുടെ മനസ്സിൽ വരുമായിരിക്കും. പക്ഷെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് മാർപ്പാപ്പ നൽകിയ ഈ ഒരു മാതൃക, അദ്ദേഹം ലൗദാത്തോസി പ്രപഞ്ചത്തെ മാതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ്. ഇതുവരെ അങ്ങനെ ഒരു ഒരു പാരിസ്ഥിതിക ആത്മീയത നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായി അങ്ങനെ അങ്ങ് സജീവമായിട്ടില്ല. കുറേയേറെ നമ്മുടെ ദൈവശാസ്ത്രജ്ഞരും തത്വശാസ്ത്രജ്ഞരും ഒക്കെ നമ്മുടെ സെമിനാരികളിലൊക്കെ ഞങ്ങളൊക്കെ എക്കോ സ്പിരിച്വാലിറ്റി പഠിക്കുന്നുണ്ട്. പ്രകൃതിയിലെ ദൈവത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാനും പ്രകൃതിയിലെ ദൈവ സാന്നിധ്യം ധ്യാനത്തിലൂടെയൊക്കെ പരിശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാനല്ല മനുഷ്യനെ ദൈവം അയച്ചിരിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കാനാണെന്നും പ്രകൃതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ നൽകിയ ദൈവത്തോടുള്ള ആദരവാണെന്നും ലൗദാത്തോസിയിൽ മാർപ്പാപ്പ സൂചിപ്പിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യന് ജീവൻ നൽകിയ ദൈവത്തോടുള്ള ആദരവാണ്. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവനിന്ദയായി മാറും എന്ന് പരിശുദ്ധ മാർപ്പാപ്പ സൂചിപ്പിച്ചത് അങ്ങനെയാണ്. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രവചന സ്വരമാണെന്ന് നമുക്കറിയാം. കാരണം ലോകത്തിന്റെ വലിയൊരു എല്ലാ നദികളും പുഴകളും മനുഷ്യന്റെ ആർത്തിയുടെ വിസർജ്യങ്ങൾ കൊണ്ട് മലീമസമായി മാറുകയാണ്. ഫാക്ടറികളിൽ നിന്നൊക്കെ ഒഴുക്കപ്പെടുന്ന എല്ലാ വിഷദ്രവ്യങ്ങളും കാരണം മനുഷ്യന് വായു മലിനീകരിക്കപ്പെടുന്നു, പുഴ മലിനീകരിക്കപ്പെടുന്നു, പ്രപഞ്ചം മുഴുവൻ മലിനീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമ്പോഴേക്കുള്ള നിലവിളികൾ ഇവിടെ പാട്ടുകളായിട്ടൊക്കെ ഉയരുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഈ ഒരു വർത്തമാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ മാർപ്പാപ്പ പരിഹരിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ചാക്രിക ലേഖനം ജാതിമത വ്യത്യാസമില്ലാതെ, രാഷ്ട്ര വ്യത്യാസമില്ലാതെ, പ്രദേശ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ലേഖനമായി മാറി ഈ ലൗദാത്തോസി. മകളെ ലൗദാത്തോസി എഴുതി കഴിഞ്ഞാൽ പ്രതി അയൽക്ക് യാത്രയാണ്. അപ്പം ലൗദാത്തോസിയും ഫ്രത്തലി തൂത്തി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രപഞ്ചം തന്നെ എന്റെ വീടാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും സ്വന്തമാക്കണം. നമ്മൾ ഇതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സ്വഭാവം, വ്യക്തിത്വത്തെ നമ്മളൊന്ന് നിർത്തി കഴിഞ്ഞാൽ അത് സീറോ റിജക്ഷന്റെ 99-ൽ നിന്ന് 100-ലേക്കുള്ള യാത്രയായിരുന്നു അദ്ദേഹം. അവസാനം കിടക്കുന്ന ആ കുഞ്ഞാടിനെ പോലും മുൾക്കിടയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങൾക്കിടയിൽ നിന്ന്, ദുഷിച്ച ശീലങ്ങളിൽ നിന്ന്, ചീഞ്ഞ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ക്രൂരത നിറഞ്ഞ പെരുമാറ്റ ശൈലികളിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യത്വത്തിലേക്ക്, സ്നേഹത്തിന്റെ കൂട്ടിലേക്ക്, തോറ്റു കൊടുക്കുന്നവന്റെ ഉള്ളിലേക്ക്,
ജീവൻ കൊടുക്കുന്നവന്റെ ഉള്ളിലേക്ക്, ജീവൻ കൊടുത്ത് ജീവനേകുന്നവന്റെ ഉള്ളിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് വരാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇടയഭാവത്തിന്റെ ചടുലത നമ്മൾ ഈ അവസാന നിമിഷവും കാണുകയാണ്. 1000-ലധികം ആൾക്കാരുടെ ഇടയിലൂടെ നടന്ന് ഊർബിയത്തോർബി അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് ദൈവം ക്രിസ്തുനാഥന്റെ യഥാർത്ഥ സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി ഒരു ക്രിസ്തു രൂപം തന്നെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായിട്ടും അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇനി ഇങ്ങനെ ഒരു പാപ്പ നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മളെ നയിക്കാനായിട്ട് ഉണ്ടാകുമോ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്താഗതിയോടുകൂടി ഉണ്ടാകുമോ എന്നുള്ളത് വളരെയധികം സംശയകരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ കടന്നു പോകുന്ന ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സഭയെ നയിക്കാൻ വേണ്ട മാർപ്പാപ്പമാരെ ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമെന്നുള്ളത് ഉറപ്പാണ്. വത്തിക്കാനിൽ നിന്ന് തൊട്ടു മുമ്പ് ജോബിയച്ചൻ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു അടുത്ത മാർപ്പാപ്പ ആരാകുമെന്നുള്ള പല തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്, ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ കാര്യം വത്തിക്കാനിൽ നിന്ന് അങ്ങനെ ചർച്ചകളും ഊഹാപോഹങ്ങളിലൊന്നും ഒരു കാര്യമില്ല. അത് തീരുമാനിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണ് എന്നാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? അതിപ്പം റോബി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ പരിപാലനയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക, ദൈവപരിപാലനം നിറവേറുന്നത് വരെ കാത്തിരിക്കുക. കാത്തിരിക്കാനുള്ള കൃപയാണ് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. കാത്തിരിക്കാനുള്ള കൃപയാണ് വിശ്വാസം. അങ്ങനെയാണ്, അതാണ് എൻ്റെ ഒരു വിശ്വാസാനുഭവം. അതാണ് ഇപ്പം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം 2.5 പതിറ്റാണ്ടോളം സഭയെ നയിച്ചു. അതിനുശേഷം അദ്ദേഹം ദിവംഗതനായപ്പോൾ ലോകം മുഴുവൻ നിലവിളിച്ചു, ഇത്ര നല്ലൊരു മാർപ്പാപ്പ ഇനി ഉണ്ടാകുമോ എന്ന് എല്ലാവരും നിലവിളിച്ച് കരഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ, അന്തരിച്ചു പോയപ്പോൾ. അപ്പോൾ അതിനുശേഷം വന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇപ്പോൾ 12 വർഷത്തിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് യാത്ര പറയുകയാണ്. അപ്പോൾ 12 വർഷം കൊണ്ട് 25 വർഷത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആ ഒരു സ്വാധീനം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോക ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അദ്ദേഹത്തെ ആദരവോടുകൂടി യാത്ര അയക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹം അതുപോലെ നമ്മളെ എല്ലാവരെയും ഉള്ളുണർത്തി എന്നുള്ളതാണ്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈശോയെ ആരാധിച്ച നിമിഷങ്ങൾ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഈശോ നിറഞ്ഞ ഒരു വ്യക്തിത്വം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമയത്ത് അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ നയിച്ചത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. അദ്ദേഹത്തിന് ശേഷം ഇനി ആരാണ് വരാൻ പോകുന്നത്? ആ ഒരു ചിന്തയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്തരത്തിലുള്ള ഉത്കണ്ഠകൾ, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഇപ്പോൾ പല ചാനലുകളിലും കാണുന്ന എന്താണ്? നിരവധി സാധ്യതാ മുഖങ്ങൾ അവതരിപ്പിക്കുകയാണ്. റോമിലുള്ള വിവിധ കർദിനാളന്മാരുടെ മുഖങ്ങൾ കൊണ്ടുവരികയാണ്. ഇവരെ അവതരിപ്പിക്കുന്ന ഈ പാനൽ ഉണ്ടല്ലോ, ഈ മാർപ്പാപ്പായുടെ സ്ഥാനാർത്ഥി പാനൽ, അതൊക്കെ കാണുമ്പോൾ തമ്പുരാന് തന്നെ ചിരി വരുന്നുണ്ടാവും. കാരണം ഇതൊന്നുമല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്ന മനുഷ്യന്റെ ചിന്താരീതി അനുസരിച്ചേ അല്ല. കാരണം ദൈവത്തിന് ഇനി വരാൻ പോകുന്ന, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിന് ഈ ലോകം മുഴുവൻ, കാലം മുഴുവൻ കാണാം. 1000 സംവത്സരങ്ങൾ ഒരു നിമിഷം പോലെയും, ഒരു നിമിഷം 1000 സംവത്സരങ്ങൾ പോലെയും ആണ് തമ്പുരാന എന്ന് നമ്മൾ വചനത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു കാത്തലിക് ഫെയ്ത്തിന്റെ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന മാർപ്പാപ്പ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ഒരു ആകുലതയ്ക്ക് കാരണമില്ല. ഈ കഴിഞ്ഞ 12 വർഷം നമ്മളെ നയിക്കാൻ നിയുക്തനായിരുന്ന മാർപ്പാപ്പ, അദ്ദേഹത്തിന് തമ്പുരാൻ നൽകിയ നിവേശനം അനുസരിച്ച്, പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളണം എന്നുള്ള ഒരു സന്ദേശം അവശേഷിപ്പിച്ചിട്ട് കടന്നു പോവുകയാണ്. അത് അനുവർത്തിക്കാൻ ഇപ്പോഴും എൻ്റെ മനസ്സോ അല്ലെങ്കിൽ പലരുടെയും മനസ്സ് വളർന്നിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് വളരാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയായി മാർപ്പാപ്പായുടെ ഈ ഒരു വിയോഗം നിലനിൽക്കുമ്പോഴും ഇനി വരുന്നതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തമ്പുരാൻ തീരുമാനിക്കട്ടെ. അവിടെയാണ് നമ്മുടെ ചാവറ പിതാവിന്റെയൊക്കെ ആ വാക്ക് ഓർക്കണം. ചാവറ പിതാവിന്റെ മരണമൊഴികളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് എന്താണ്? ദൈവഹിതം നടക്കും നടത്തും എന്നുള്ളതാണ്. ദൈവഹിതം നടക്കും നടത്തും, അതാണ് വിശുദ്ധ ചാവറ പിതാവ് അവസാനമായിട്ട് ഉച്ചരിച്ചത്. ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് വിശുദ്ധ ചാവറ പിതാവിനെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ദൈവഹിതം നടക്കട്ടെ, ദൈവം തന്റെ ഹിതം നടത്തട്ടെ എന്ന് ഓരോ മനുഷ്യനും സ്വന്തം ജീവിതം സമർപ്പിച്ചും ഈ സഭയെ സമർപ്പിച്ചും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയായി മാറുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം. താങ്ക് യു അച്ഛ, ഇത്ര നേരം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള ഈ ചിന്തകളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ചതിന്. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിട്ടുണ്ട്. അച്ഛനും ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസ നേരുകയാണ് അച്ഛന്. ഇത്ര നേരം ഞങ്ങളുമായി പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. ഞങ്ങള് ഇപ്പം പരിശുദ്ധ മാർപ്പാപ്പ നമ്മളെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഈ 28, 29 തീയതികളിൽ ഈ ഈശോയുടെ മഹാജൂബിലി വർഷത്തിൽ ഭിന്നശേഷിക്കാരുടെ ജൂബിലി റോമിൽ പരിശുദ്ധ മാർപ്പാപ്പ ഒരുക്കിയിരുന്നു. ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി ഒട്ടേറെ പേർ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരുപക്ഷെ ഈ മഹാജൂബിലി വർഷത്തിൽ തന്നെ അവിടെ ചെല്ലുവാനും ഭിന്നശേഷിക്കാരായ മക്കളെ കൊണ്ട് ചെല്ലുവാനും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ തിരുശേഷിപ്പിനെ വണങ്ങുവാനും ഒക്കെ അവസരം കിട്ടുമെന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും. ഗുഡ്നസ് TV നിർവഹിക്കുന്ന ഈ വലിയ ഒരു ശുശ്രൂഷയ്ക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും. താങ്ക് യു.